നിങ്ങൾ എത്ര പേർക്ക് ഈ ചോദ്യത്തിന് ഉത്തരം അറിയാമെന്ന് എനിക്കറിയില്ല. അറിയാവുന്നുണ്ടെങ്കിൽ അറിയില്ലെങ്കിലും നിങ്ങൾ ഈ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കണം. എത്ര പേർക്ക് ചപ്പാത്തി തിന്ന് ഷുഗർ മാറ്റിയ ഒരു പേഷ്യൻറ്റിന് അറിയാം? അല്ലെങ്കിൽ മുട്ടയുടെ എഗ്ഗിൻ്റെ യോക്ക് തിന്നിട്ട് മഞ്ഞക്കരു തിന്നിട്ട് കൊളസ്ട്രോൾ വന്ന ഒരാളറിയാം? അല്ലെങ്കിൽ മുട്ടയും മീനും ഇറച്ചിയൊക്കെ അധികമായി കഴിച്ചതുകൊണ്ട് തടി കൂടിയതോ അല്ലെങ്കിൽ അത് ശാരീരിക ബുദ്ധിമുട്ടുകളോ മറ്റു രോഗങ്ങളോ വന്ന ഒരാൾ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അങ്ങനെ ആക്ച്വലി നിങ്ങൾക്ക് ആരെയും പരിചയമില്ല. നമ്മൾ ഡോക്ടേഴ്സ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചപ്പാത്തി എന്ന് ഷുഗർ മാറ്റാനും വെജിറ്റബിൾ കൂടുതൽ തിന്നു കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആവുമെന്ന് തെറ്റിദ്ധരിച്ചിട്ട് വെജിറ്റബിളും ഫ്രൂട്ട്സും മാത്രം കഴിച്ച് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്ച്വലി രോഗങ്ങൾ വരുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ ന്യൂട്രീഷനും നമ്മുടെ എഗ് യോക്കിലും മീറ്റിലും ഫിഷിലും എല്ലാം അടങ്ങിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുന്നതാണ് ആക്ച്വൽ കീ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചികിത്സിക്കാനായിട്ട് പോകും. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആരാ? ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടായ രോഗത്തെയും രോഗത്തിൻ്റെ ലക്ഷണങ്ങളെയാണ് അയാൾ ചികിത്സിക്കുന്നത്. ഒരു ഡോക്ടർ ഒരിക്കലും നിങ്ങളുടെ രോഗത്തിൻ്റെ റൂട്ട് കോസ് ചികിത്സിച്ച് മാറ്റുന്നില്ല. നിങ്ങളുടെ റൂട്ട് കോസ് ചികിത്സിച്ച് മാറ്റായിരുന്നെങ്കിൽ നമുക്കിവിടെ രോഗം ഉണ്ടാവില്ലായിരുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സെൽഫായിട്ട് ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് എനിക്ക് ഈ രോഗം വന്നത്? എൻ്റെ വയറിന് എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളുള്ളത്? അല്ലെങ്കിൽ എനിക്ക് കൊളസ്ട്രോൾ കൂടിയത് എന്തുകൊണ്ടാണ്? അപ്പം ഈ ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ച് നിങ്ങളുടെ ന്യൂട്രീഷൻ പ്ലാൻ നിങ്ങളായിട്ട് തന്നെ മേക്ക് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റേതായ എക്സ്പേർട്സിനെ കണ്ടെത്തി അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ രോഗങ്ങൾ മാറും. റൂട്ട് കോസിനാണ് ചികിത്സ, അല്ലാതെ രോഗത്തെ അതിന് മുകളിലിട്ട് ചികിത്സിക്കുന്നത്. നമ്മളിപ്പോൾ കൈ തട്ടിയിട്ട് നമ്മുടെ കൈ വീങ്ങി അവിടെ നീര് വെച്ചു. ആ നീര് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും ഓയിൽമെൻറ്റ് വെച്ച് നീര് കുറയ്ക്കാൻ ശ്രമിക്കും. ആ നീര് കുറയ്ക്കുന്നത് പോലെ രോഗത്തിന് ചികിത്സയുള്ളൂ. ഇന്ന് ഞാനോ നിങ്ങളോ എല്ലാവരും ഇപ്പം എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകണം. രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, ഇറച്ചിയും മീനും കഴിച്ചതുകൊണ്ട് നമുക്കൊരിക്കലും കൊളസ്ട്രോൾ വരില്ല. മുട്ടയുടെ മഞ്ഞക്കുരു കഴിച്ചുകൊണ്ട് കൊളസ്ട്രോൾ വരില്ല. ചപ്പാത്തി തിന്നാൽ ഷുഗർ മാറില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, ഫാറ്റ് റിച്ച് ആയിട്ടുള്ള, അതായത് ഗുഡ് ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഡയറ്റ് ചെയ്യണം. ന്യൂട്രീഷൻ പ്ലാൻ കണ്ടെത്തി അത് കഴിക്കാൻ നോക്കണം. ഓക്കെ.